അൻവർ പറയുന്നത് കേട്ട് കാണും. അൻവർ തുടക്കത്തിൽ ജോയി സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അദ്ദേഹം ആരായാലും ഞാൻ പിന്തുണയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ജോയി തന്നെ ആകണമെന്ന അഭിപ്രായം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ജോയി ആകുന്നില്ല എന്ന ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിന് കിട്ടിയതുപോലെയാണ് തോന്നുന്നത്. അതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയും സന്തോഷക്കുറവുണ്ട് എന്നു മാത്രമല്ല, അദ്ദേഹം നിലമ്പൂരിലെ സാഹചര്യം ഓരോ മണിക്കൂറിലും സങ്കീർണമാവുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ എന്താണ് ഈ ക്യാമ്പിൽ നടക്കുന്നത് അസ്ലം? പി വി അൻവർ ഇന്ന് മീഡിയ വണ്ണോട് സംസാരിച്ച വാക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു അണികൾ അല്ലെങ്കിൽ അണികളുടെ പിന്തുണയുള്ള ആളെന്ന അപ്പുറത്തേക്ക് എല്ലാവരുടെയും പിന്തുണയുള്ള ആളാവണം സ്ഥാനാർത്ഥിയാകേണ്ടത്, വിജയിക്കേണ്ട ആളാവണം സ്ഥാനാർത്ഥിയാകേണ്ടത് എന്ന രീതിയിൽ വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കുന്നവരാണ് UDF നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആരായാലും കുഴപ്പമില്ല എന്ന ഇന്നലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ യിൽ നിന്നും ആര്യാടൻ ഷൗക്കത്ത് എന്നതിലേക്ക് മുൻതൂക്കം എന്നതിലേക്ക് ചർച്ചകൾ പോയതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ആവുന്നതിൽ അദ്ദേഹത്തിന് ചില തൃപ്തിക്കുറവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ ആ തീരുമാനത്തെ ഒരു UDF തീരുമാനത്തെ അംഗീകരിക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും VS ജോയി എന്ന സ്ഥാനാർത്ഥിയിൽ നിന്നും ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ കുറച്ച് തൃപ്തിക്കുറവുണ്ട് എന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ വാക്കുകളും അതോടൊപ്പം തന്നെ ആ ഒരു ശൈലിയും കേട്ടാൽ എന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതേസമയം അതൊരു പൂർണ്ണമായ അതൃപ്തിയായി മാറുമോ, അദ്ദേഹം UDFനെതിരായ ചില വികാര പ്രകടനങ്ങളിലേക്ക് വരുമോ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഇവിടുത്തെ ഒരു ഫാക്ടർ എന്ന നിലയിൽ അൻവറുമായി UDF നേതൃത്വം സംസാരിക്കും. അക്കാര്യത്തിൽ ഒരു അദ്ദേഹവുമായിട്ടൊരു ആശയവിനിമയം നടത്തിയിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയെ കൊച്ചിയിൽ പ്രഖ്യാപിക്കാനെന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ അത്തരമുള്ള ആലോചന അൻവറുമായി നടത്തുകയോ നിലവിലെ രാവിലെ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രതികരണം അത്രത്തോളം ശുഭകരം അല്ലെങ്കിൽ പൂർണ്ണ സംതൃപ്തിയുള്ള അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നിഷാദ് സൂചിപ്പിച്ചതുപോലെ അത്തരം ചില സങ്കീർണതകൾ കൂടി ഒരുപക്ഷെ ഉണ്ടാകേണ്ടി വരും. അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തിലൂടെ അൻവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നതെന്തായാലും ഇന്നത്തെ ഏറ്റവും നിർണായകമായ ഒരു ചോദ്യമായിരിക്കും. അതിലെന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കുന്ന തരത്തിലൊരു ഘടകമായത് മാറുന്ന കാര്യത്തിലും സംശയമില്ല. നിഷാദ്. അസ്ലം, നമ്മൾ രാവിലെ ചായ കുടിക്കുമ്പോൾ സംസാരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അൻവർ എന്തായിരിക്കും ആദ്യം നടത്തുന്ന പ്രതികരണം, ഈ ഡെവലപ്മെന്റ്സിനോടൊക്കെ അദ്ദേഹം നടത്തുന്ന ഒരു റിയാക്ഷൻ എന്തായിരിക്കും എന്നത് സംസാരിക്കായിരുന്നു. അത് ഏതാണ്ട് അൻവർ ആ നിലയ്ക്ക് തന്നെ ആദ്യത്തെ ഒരു അദ്ദേഹത്തിന്റെ അതൃപ്തിയുടെ, സുഖക്കുറവിന്റെ, ഒരുമയില്ലായ്മയുടെ ഒരു സംഗതി ആദ്യം പൊട്ടിക്കുകയാണോ അസ്ലം? അത് കല്ലിടിയാവോ UDFന്? രാവിലത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ ഈ പറയുന്നത് പോലെ അതിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയെ കുറിച്ച് നോക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്തിലേക്ക് പോകുമ്പോൾ അത്ര ഗുണകരമാവില്ല. ആ അർത്ഥത്തിൽ എല്ലാ വിഭാഗങ്ങളിലെയും പിന്തുണയുള്ള അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു സുഖകരമായ കാര്യങ്ങളായി മാറില്ല എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഏതായാലും ഈ തീരുമാനം വരുന്നവരെ, അത് ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനം വരുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും അൻവർ ഫാക്ടർ തുടക്കം മുതൽ തന്നെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന തീരുമാനം വരണം. എന്തായാലും അൻവറിനെ ഒരുപക്ഷെ UDF ലീഡർഷിപ്പ് സെറ്റിൽ ചെയ്യുകയും ചെയ്യുമായിരിക്കാം, നമുക്ക് നോക്കാം. അതിൽ തന്നെ അൻവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ BDJS അല്ലെങ്കിൽ BJP മത്സരിക്കാൻ പോകുന്നില്ല. മത്സരിക്കുന്നില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഒരു കൺസോളിഡേഷൻ, അത് ഉണ്ടാക്കുന്ന ഒരു വോട്ട് മറിയൽ, അത് കൂടുതൽ സങ്കീർണമാക്കുന്നു എന്നാണ്. BJP ഫാക്ടർ എന്താണ്?